ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പച്ചക്കള്ളം കേട്ട് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ ഞെട്ടിത്തെരിച്ചിരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മകളെക്കുറിച്ചുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഏശില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കാട്ടിയപ്പോഴാണ് ഞെട്ടിത്തെരിച്ച് പിണറായി വിജയനെ നോക്കിയത്. എങ്ങനെ ഇത്തരത്തിൽ പച്ചക്കള്ളം പറയാൻ കഴിയുന്നു എന്ന ഭാവത്തിൽ ഗണേഷ് കുമാർ പിണറായിയെ നോക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു. മുഖ്യന്റെ തള്ളുകേട്ട് നിയമസഭയിൽ മറ്റ് അംഗങ്ങൾ ആരവമൊഴുക്കിയപ്പോഴും കൈകെട്ടി മുഖം കുനിച്ചിരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. സഭയിൽ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദം ഉൾപ്പെടെ ചർച്ചയായപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. മകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഏശില്ലെന്ന് മുഖ്യൻ സഭയിൽ തുറന്നടിച്ചിരുന്നു. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ആരോപണങ്ങൾ. ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. മനസമാധാനമാണ് പ്രശ്നം. തെറ്റ് ചെയ്താൽ മനസമാധാനമുണ്ടാകില്ല. മറിച്ചാണെങ്കിൽ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ആ മാനസികാവസ്ഥയിലാണ് താൻ. തൻ്റെ കൈകൾ ശുദ്ധമാണ്. ആരുടെ മുൻപിലും അല്പം തലയുയർത്തി തന്നെ അത് പറയാൻ കഴിയും. പ്രതിപക്ഷത്തിന് ഇതുകൊണ്ടൊക്കെ ആവശ്യമുണ്ടാകും. ഈ ടീമിന്റെ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്നയാളെ ഇകഴ്ത്തി കാണിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. അത് ജനം സ്വീകരിക്കുമോ എന്ന കാലം തീരുമാനിക്കട്ടെ എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. എക്സാലോജിക് CMRL ഇടപാടിൽ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തവവിരുദ്ധവുമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ആരോപിച്ചിരുന്നു. മകളുടെ ഭാഗം കേൾക്കാതെയാണ് ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവെന്നാണ് അന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. എന്നാൽ മകളുടെ ഭാഗം കേട്ടിട്ടും അവർക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഹാജരാക്കാനായില്ലെന്നും കള്ളപ്പണം വെളുപ്പിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയെന്നും സതീശൻ പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചു. വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഉറക്കം നഷ്ടപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും ഇനിയുള്ള തീരുമാനങ്ങൾ. തൻ്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. വിശ്വസ്തരമായുള്ള മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രത്യേക സംവിധാനമൊരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അതിവിശ്വസ്തരായ CN രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനം തന്നെ പിണറായി വിജയൻ അന്ന് ഒരുക്കിയിരുന്നു. അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിൽ തീപിടുത്തവും ക്ലിഫ് ഹൗസിൽ കൊടുംവേനലിൽ ഇടിമിന്നലും ഉണ്ടായത്. അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും വേണ്ടി വന്നാൽ ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ ചുട്ടെരിച്ചും മകളെ രക്ഷിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരം. ക്ലിഫ് ഹൗസിലേക്ക് അന്വേഷണ ഏജൻസിയുടെ പരിശോധനയുണ്ടാകാനുള്ള സാഹചര്യവും മുൻകൂട്ടി കാണുന്നുണ്ട്. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും SFIOയ്ക്ക് അറസ്റ്റും കസ്റ്റഡിയും അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് അധികാരമുള്ളതിനാൽ എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ. സ്പെഷ്യൽ ക്രൈസിസ് ടീമിനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുള്ളത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് SFIOയ്ക്ക് കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ബുധനാഴ്ച വൈകിട്ട് പുറത്തിറങ്ങിയതോടെ മുഖ്യമന്ത്രിയും കുടുംബവും പരക്കം പാച്ചിൽ തുടങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ SFIO അന്വേഷിക്കും. വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് സാധാരണഗതിയിൽ SFIO അന്വേഷിക്കാനായി കോർപ്പറേറ്റ് മന്ത്രാലയം കൈമാറാറുള്ളത്. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന. വീണയെ ക്ലിഫ് ഹൗസിലെത്തി ചോദ്യം ചെയ്യാനും വേണ്ടിവന്നാൽ കസ്റ്റഡിയിലെടുക്കാനുമുള്ള സാധ്യത ഏറെയാണ്.